സാരി 3 സാരി ഉടുപ്പുണ്ട്. അപ്പോൾ ഒരു സാരി ഞാൻ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അടുത്ത സാരിയാണ് ഇത് ആ മോളുടെ അമ്മയ്ക്കുള്ള സാരിയാണ്. അപ്പോൾ ഇത് ശകലം വീതി കൂട്ടി നമുക്ക് ഫ്ലീറ്റ് എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി സാരി നേരത്തെ പിൻ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് ഉടുത്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തലേ ദിവസമേ സാരി നമ്മൾ ഇതുപോലെ പിൻ ചെയ്യാനായിട്ട് വാങ്ങിച്ച് സാരിയായത്. അപ്പോൾ ആദ്യം നമുക്ക് സാരിയുടെ മുന്താണി പിൻ ചെയ്യണം. ഏത് സാരി പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ സാരിയുടെ മുന്താണിയാണ് ഫസ്റ്റ് നമുക്ക് പിൻ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സാരിയുടെ മുന്താണി പിൻ ചെയ്യാം. സാരിയുടെ നല്ല സൈഡ് നമ്മൾ ആദ്യം നോക്കണം, എവിടെ എങ്ങനെയാണ് നല്ല സൈഡ് വരുന്നത്. അപ്പോൾ നല്ല കശമുള്ള സൈഡും കശവ് കുറഞ്ഞ സൈഡും ഏതാണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സാരിയുടെ ഈ സൈഡ് കശവിന് അധികം കളറില്ല, ഇത് ഒറിജിനൽ കളറുള്ള സൈഡ്. അപ്പോൾ ഈ സൈഡായിരിക്കണം നമ്മൾ ഫ്രില്ലെടുക്കേണ്ടത്. ആദ്യം നമ്മൾ മുന്താണി എടുക്കുന്നു. മീഡിയമായിട്ടുള്ള ഫ്ലീറ്റാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ആദ്യം ഫ്ലീറ്റ് എടുത്ത് ഫസ്റ്റ് നമ്മൾ ഒന്ന് പിൻ ചെയ്ത് ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ അങ്ങ് ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഒന്നുകിൽ നമ്മൾ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ എവിടെയെങ്കിലും ഇടുക, എന്നിട്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് പിടിക്കുക. അത് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ആരാണോ ഇതുപോലെ ഫ്ലീറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ അവരുടെ ദേഹത്ത് ഇങ്ങനെ ഒന്ന് ഇടുക. ഇട്ടിട്ട് നമ്മൾ എടുക്കുന്ന ഫ്ലീറ്റ് അനുസരിച്ച് ചെറിയ ഫ്ലീറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിൻ ചെയ്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയൺ ചെയ്തെങ്കിൽ മാത്രമേ ശരിക്കും ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എത്രയും മതിയെന്ന് അറിയാൻ വേണ്ടി ഇട്ടു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുന്താണി ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ ഞൊറിവെടുക്കുന്നു. ഞൊറിവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, നമുക്ക് ഇവിടെ കുത്താനായിട്ട് എത്രയും സ്ഥലം വിട്ടിരിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ അറിയുക. ഇങ്ങനെ കൈയൊന്ന് വിരിച്ചു പിടിക്കുമ്പോൾ എത്രയും മാത്രം അകലമുണ്ടോ അത്രയും മാത്രമായിരിക്കണം നമ്മൾ ഈ ചുറ്റാൻ വേണ്ടിയുള്ള സാരി തുമ്പ്. അപ്പം നമ്മൾ അത്രയും ഇവിടെ ഇടുക. നമുക്ക് ഇവിടെ എടുത്ത പ്ലേറ്റ് നമുക്കൊന്ന് ഇതുപോലെ പിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. ഈ പിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫ്രില്ല് നമ്മുടെ ഈ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇവിടെ ഈ പിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുന്താണി പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫ്രില്ലെടുത്ത് ഇതേപോലെ കുത്തി ഉറപ്പിച്ച് വെച്ചു. ഇനി ഈ ഫ്രില്ല് പോവുകയില്ല. ഇതിന് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം, അപ്പോൾ നല്ലതായിട്ട് ഇരിക്കും. അതിനുശേഷം ഈ ഇട്ടിരിക്കുന്ന തുമ്പ് ഇത് നമുക്ക് ചുറ്റി ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള തുമ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ തുമ്പ് നമുക്ക് ഇങ്ങനെ ചുറ്റാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അത് നമുക്ക് തൽക്കാലം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മടക്കി ഇതിനോടങ്ങ് ചേർത്ത് വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഈ മുന്താണി നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്കിത് അയൺ ചെയ്തിട്ട് ഞാൻ എങ്ങനെയായിരിക്കുന്നത് കാണാം. നമ്മൾ ഒന്ന് അയൺ ചെയ്തു.
ജസ്റ്റ് ഒന്ന് അയൺ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ആ ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാക്കി കുത്തുന്ന സൈഡായത് നമ്മൾ കുറേ സ്ഥലം ഇങ്ങനെ വെറുതെ വിട്ടില്ലേ, എത്രയും നീളത്തിൽ കുത്താൻ വേണ്ടിയുള്ള സ്ഥലം, അത് നമുക്ക് ഈ ഫ്രില്ലിൻ്റെ പുറത്തോട്ട് നമുക്കിങ്ങനെ മടക്കി വയ്ക്കാം. അപ്പോൾ ഇത് അഴുക്കാകാതെ ഇതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ഇരുന്നോളും. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഫോൾഡ് ചെയ്തേക്കുന്നത് ഇങ്ങനെ അങ്ങ് വെച്ചതിന് ശേഷം ഇത് നമ്മൾ മുന്താണി കുത്തി വെച്ചേക്കുന്നതാണ്. ഇത് കേടാവാതെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെച്ച് നമ്മുടെ ഈ മുന്താണി എടുത്ത് ഇങ്ങനെ ക്രോസായിട്ട് ഇങ്ങനെ വെക്കുക. ഒന്ന് ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ നീളത്തിൽ വെക്കുക. വെച്ചിട്ട് ഈ ബാക്കിയുള്ള സൈഡും ഇതേപോലെ കേടാവാതെ ഇങ്ങനെ വെക്കുക. ഇത് അടുത്ത ദിവസത്തേക്കിന് ചെയ്യാനാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തിട്ട് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് അകത്തോട്ട് ഫോൾഡ് ചെയ്യുക. ഈ സ്ഥലവും അകത്തോട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതി. നമ്മൾ എപ്പോഴും ഉടുക്കണമെന്ന് വെച്ചാൽ, അല്ല നമുക്ക് ബോക്സ് ചെയ്ത് വല്ലയിടത്തും കൊണ്ടുപോകാനാണെങ്കിൽ നമുക്ക് ഇത് മുന്താണിയും പിൻ ചെയ്തു എല്ലാം നമ്മളിങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുതിയ സാരി ആകുമ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്തില്ലെങ്കിൽ ചുളുക്കൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ ഇതിൽ ഒന്ന് ഇതുപോലെ അയൺ ചെയ്തങ്ങ് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഉടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് സാരി ഉടുക്കാം. ചെറുതായിട്ടൊന്ന് തേച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ മടക്കി ഇങ്ങനെ വയ്ക്കാം. ഫോൾഡ് ചെയ്ത് നമുക്കിങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുന്താണി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ വൺ സൈഡ് ഇത് നമുക്ക് ഫോൾഡ്, ഇപ്പോൾ 3-4 ദിവസം മുന്നേ നമുക്ക് സാരി ഉടുക്കണം. 3-4 ദിവസം മുന്നേ നമ്മൾ ഇതുപോലെ സാരി ഫോൾഡ് ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കാനാണെങ്കിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു ബോക്സിനകത്താക്കി ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സാരി പെട്ടെന്ന് എടുക്കാൻ പറ്റും. വെക്കാമെങ്കിൽ നമ്മൾ നീറ്റായിട്ട് മുന്താണി കിടക്കും. അതുപോലെ പ്ലേറ്റും ഇതുപോലെ നമുക്ക് സാരി ഫോൾഡ് ചെയ്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് സാരി എടുക്കാൻ എളുപ്പമാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 3 സാരിയാണ് ഇവിടെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നാളെ എനിക്ക് 3 സാരി ഉടുക്കാനായിട്ട് ആൾക്കാർ വരും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 3 സാരി ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് മുന്താണി ഒക്കെ അയൺ ചെയ്ത് നീറ്റായിട്ട് വെച്ചേക്കുന്നത്. 3 സാരിയായത്. ഇതൊരു സാരി, ഇത് 2ാമത്തെ സാരി, ഇത് 3ാമത്തെ സാരി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ലൈറ്റ് മേക്കപ്പും ചെയ്ത് ഈ സാരി എളുപ്പം ഇവർക്ക് ഉടുത്തു കൊടുക്കാനും കഴിയും. ഇങ്ങനെ എല്ലാവരും ഇതുപോലെ പിൻ ചെയ്ത് ഫോൾഡ് ചെയ്ത് ഒന്നുകിൽ ബോക്സിനകത്താക്കി വയ്ക്കുക, അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ ഇതുപോലെ പിൻ ചെയ്തൊക്കെ വയ്ക്കുക. നമുക്ക് എപ്പോഴാവശ്യമുണ്ടോ എടുത്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ എല്ലാവരും ചെയ്ത് വെക്കുക. ഇങ്ങനെ എല്ലാവരും ചെയ്ത് 1-2 ടൈം ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അറിയാത്തവർക്ക് ഇതുപോലെ ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ എപ്പോഴും പെട്ടെന്ന് നമുക്ക് സാരി ഉടുക്കാൻ എളുപ്പമായിരിക്കും. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കേ. നമ്മൾ പതുക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് നമുക്കെല്ലാവരും ഒന്നിച്ച് പോട്ടെ. എനിക്കെൻ്റെ ഫേസ്ബുക്ക്